ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു പിസ്സൻ്റെ റെസിപ്പിയാണ്. അതിന് ഓവനോ ഈസ്റ്റോ മൈദയോ ഒന്നും ആവശ്യമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി പിസ്സ സോസ് റെഡിയാക്കാം. ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇങ്ങനെ 4 ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് അതൊന്ന് കുക്കാവട്ടെ. ഒരു 3 മിനിറ്റൊക്കെ മതി. അപ്പോഴേക്കും അതിൻ്റെ ആ തോലിങ്ങനെ സെപ്പറേറ്റ് ആയി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് തോല് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഒന്ന് ചൂടാറിയതിന് ശേഷം തോല് ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തോല് ഓരോന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ തോല് ആവശ്യമുണ്ട് ഒഴിവാക്കേണ്ട, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഞെട്ടി വരുന്ന ഭാഗമല്ലേ, അതും കൂടെ ഒന്ന് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചൂന്നെടുത്തിട്ട് ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ മാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ പീസും തക്കാളീൻ്റെ തോലും കൂടെ നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അതായത് തക്കാളീൻ്റെ തോല് മാത്രം മിക്സിയിലിട്ടാൽ അരിഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 2 വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നങ്ങ് മൊരിയിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സവാളൻ്റെ 1/4 ഭാഗം, ഒരു വലിയ സവാളൊക്കെ ആണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് നമ്മൾ വെളുത്തുള്ളി ഒക്കെ ഇട്ട് ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് പാപ്രിക്ക, അതായത് ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ്, ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ പ്യൂരി ചേർക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിക്കും, അപ്പോൾ അതുകൊണ്ടൊന്ന് അങ്ങ് അടച്ച് വെക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ലീവ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പിസ്സ സീസണിങ് വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. അപ്പോൾ എന്താണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർക്കുമ്പോഴേ നല്ലൊരു സോസിൻ്റെ ഒക്കെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പം കെച്ചപ്പ് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വിനെഗറും ഷുഗറും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് ഉടച്ച് കൊടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചീസ്, മൊസറല്ല ചീസ് ഫ്രീസറിലാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എടുത്ത് പുറത്ത് വെക്കുക. ഒരു അരമണിക്കൂർ മുന്നൊക്കെ പുറത്തേക്ക് വെക്കുക. ഇനി നമുക്ക് നമ്മൾ ക്രസ്റ്റ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒരു അരിപ്പയിലിട്ട് ഒന്നങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പും പഞ്ചസാരയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തൈര് ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വേറെ വെള്ളം, പാല് ഇതൊന്നും ചേർക്കുന്നില്ല, തൈര് മാത്രം ചേർത്തിട്ട്, അതായത് 1/4 കപ്പ് തൈര് കുറച്ചായിട്ട് ഞാനൊരു ടേബിൾ സ്പൂണിൽ കാണിക്കുന്നതൊക്കെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പിന് 4 ടേബിൾ സ്പൂണ് ആണ് ആവശ്യം വന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എണ്ണ മുകളിലൊന്നങ്ങ് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കുക കേട്ടോ. അതായത് അടച്ച് വെക്കണത് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചിക്കൻ റെഡിയാവുന്ന ഒരു സമയം മാത്രം, ഒരു 10 മിനിറ്റ് അവിടെ നിന്നോട്ടെ, ചിക്കൻ കുക്കായി വരുന്ന സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് 1 വെളുത്തുള്ളി ഒന്നങ്ങ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതാക്കി മുറിച്ചെടുത്ത ചിക്കനാട്ടോ, ബോൺലെസ് ചിക്കൻ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ മറ്റേ ടിക്കൻ്റെ ഒക്കെ പോലെ ആക്കിയെടുക്കുന്നില്ല, വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ചിക്കൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും. ബോൺലെസ് ചിക്കനാണ്. പിന്നെ അതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കുക്ക് ചെയ്തത്.
അപ്പം നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ ആവശ്യമുണ്ടാവും. മുറിച്ച് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ടോ എന്നല്ല. മുറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക, അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട്. ഇനി നമുക്ക് വലിയൊരു പാത്രം എടുക്കുക. ഇതിലാണ് നമ്മൾ പിസ്സ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാത്രം കമഴ്ത്തി വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് റിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോ അതിനേക്കാളും കുറവിലോ വെച്ചിട്ട് അവിടെ വെക്കാം. ഒന്ന് ചൂടാവട്ടെ പാത്രം. പിന്നെ നമുക്ക് പിസ്സൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറുള്ള ക്യാപ്സിക്കവും ചീസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലാണ് ഞാൻ പിസ്സ ബേസ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മളെ സ്പ്രിംഗ് ഫോം പാൻ്റെ അടിഭാഗമാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിസ്സൻ്റെ നമ്മൾ മാവില്ലേ അതിങ്ങനെ നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുവൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. അതായത് വക്ക് ഇങ്ങനെ ഒരു കട്ടിയിലാണല്ലോ പിസ്സ ഉണ്ടാവുക. അപ്പോൾ നടുവൊന്ന് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ജസ്റ്റ് ഒരു കട്ടിയാക്കി കൊടുക്കുക. ബാക്കി നടുഭാഗം നല്ല തിന്നാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഭയങ്കര തിന്നല്ല. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് 8 മുതൽ 9 ഇഞ്ച് വരെയുള്ള പാത്രത്തിൽ ഇത് ചെയ്യുക. ഒരു കപ്പ് മാവിൽ. പിന്നെ ഇനി ഇത് നന്നായിട്ടൊരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെഡാർ ചീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ചീസിൻ്റെ സ്ലൈസ് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചീസ് ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് പിസ്സക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഒലിവ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. സ്ലൈസിൽ വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. ടോപ്പിങ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ബീഫാണെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ബ്ലോക്ക് ആണെങ്കിൽ അതൊന്നങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ തണുപ്പ് പോകണം, അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടൂല, ഒരു ഇങ്ങനെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവുക, അങ്ങനെ റെഡ് കളറായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സാധാ ക്യാപ്സിക്കം ആണെങ്കിൽ അത് ചേർക്കുക. സവാള ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ചീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റ് എടുത്താൽ അതിൻ്റെ 3/4 ഭാഗവും ഇട്ട് കൊടുക്കേണ്ടി വരും ഈ ഒരു പിസ്സക്ക്. ഇനി മുകളിലും കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടി ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ചൂടായ ആ ഒരു പാത്രം ഒരു 5-10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ചൂടാക്കിയാൽ മതി. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താവും, ആകെ പാത്രമൊക്കെ ചൂടായി ഭയങ്കര കളറൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പിസ്സൻ്റെ ബേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല മെൽറ്റായി വരും ചീസൊക്കെ. പിന്നെ അടിയിൽ നല്ല കുക്കായിട്ടുണ്ടാവും ബേസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈസ്റ്റും മൈദയും ഒന്നുമില്ലല്ലോ, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ അടച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ആ ചീസ് ഇങ്ങനെ മെൽറ്റ് ആവണതും പിന്നെ ആവി ഇങ്ങനെ താഴേക്ക് വരുന്നതൊക്കെ. പിന്നെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. കണ്ടില്ലേ, താഴെ ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.